ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഒരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആണ് ഇടുന്നത്. ഇരിഞ്ഞാലക്കുട പോയി നമ്മൾ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. ദിവസം സ്കൂളിലേക്ക് ടിഫിന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം. പിന്നെ ചില കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഷോപ്പിങ്ങിൻ്റെ വീഡിയോസ് ആണ്. അപ്പോൾ നമുക്ക് പോകാം. എവിടേക്ക്? ഇരിഞ്ഞാലക്കുടയിലേക്ക് സൂപ്പർ മാർക്കറ്റ് സ്മാർട്ട് ബസാറിലേക്ക് പോകണം. പിന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകണം. അപ്പോൾ വീഡിയോമായി നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് പോകണം. ബൈ. അപ്പം നമ്മൾ റെഡി ആയിട്ടുണ്ട് പോകാനായിട്ട്. സേഫ്റ്റി മുഖ്യം ബിഗിലേ. അതെല്ലാം രണ്ടാളും ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് ഹെൽമെറ്റ് ഉണ്ട്. ഓക്കെ, ഇതേ എപ്പോൾ പോകണമെങ്കിലും നമ്മൾ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് പോകുള്ളൂ. ഹെൽമെറ്റ് ഇല്ലാണ്ട് ഒരു ഓടത്തും പോവില്ല. അപ്പം നമ്മൾ പോകാൻ പോകണത് വണ്ടിയുമാണ് നമ്മൾ. ഓക്കെ, പോയിട്ട് അവിടെ വെച്ച് കാണാം. ബൈ. അപ്പം ഞങ്ങൾ ആദ്യം കയറിയത് ഇരിഞ്ഞാലക്കുട അക്കരയിലാണ്. ഡ്രസ്സ് എടുക്കാനാണ്. ഇത് ആർക്കാണെന്നുള്ളതൊരു സർപ്രൈസാണ്. സർപ്രൈസ് ഡ്രസ്സാണ്, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സ്മാർട്ട് ബസാറിലേക്ക് പോന്നു. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇങ്ങോട്ട് വരാൻ ദേവിന് പ്രത്യേകം ഒരു ഇഷ്ടമാണ്. കാരണം ഓടി നടന്ന് അതെ ഈ സാധനങ്ങളൊക്കെ എടുക്കുന്ന ബക്കറ്റ് എടുത്ത് അതിലേക്ക് പറക്കിയിട്ടുണ്ട് നടക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ കണ്ടോ, ഓടിപ്പോയി വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അവന് ഒറ്റ വണ്ടിയാണത്, അവൻ്റെ വിചാരം. ഇതിൽ ആദ്യം ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ മേടിച്ചു. മൊസമ്പി എടുത്ത് പിന്നെ അവൻ വലിച്ചുകൊണ്ട് നടന്നോളും. പിന്നെ ഇവിടെ കുറേ ബിസ്ക്കറ്റുകളൊക്കെ ഉണ്ടാവും പറഞ്ഞ്. പക്ഷേ ബിസ്ക്കറ്റുകളൊക്കെ ഞങ്ങൾ മേടിക്കുന്ന പരിപാടി കുറച്ച് നാളുകളായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. അവൻ ഷേക്കിൻ്റെ ഒരു കുപ്പി എടുത്ത് പിടിച്ചിട്ടുണ്ട്. കാര്യമൊന്നുമില്ല മോനെ, അവിടെ വെച്ചേക്ക് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ തന്നെ വെപ്പിച്ചു. കാരണം ഇപ്പോൾ കുറച്ച് ഹെൽത്തി ഫുഡുകൾ മാത്രമാണ് ഇപ്പോൾ കൂടുതൽ എടുക്കുന്നത്. അതുകൊണ്ട് ബിസ്ക്കറ്റ് അങ്ങനത്തെ സ്നാക്സൊക്കെ കഴിക്കുന്നത് കുറച്ചൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇവിടെ കുറേ ഓഫറിൽ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുറേ നൂഡിൽസുകളുണ്ട്, പലതരം വെറൈറ്റി നൂഡിൽസുകളൊക്കെ വെച്ചിട്ടുണ്ട് പല കമ്പനികളുടെ. പക്ഷെ അതൊന്നും ഞങ്ങൾ മേടിക്കാറില്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തത് ഈ കൊട്ടയിലാക്കിയിട്ടുണ്ട്. ഇത് വലിച്ചുകൊണ്ട് നടക്കലാണ് മെയിൻ പരിപാടി. എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞാലും എനിക്ക് തരത്തില്ല. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ അടിച്ച് പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. പോകാനൊക്കെയാണ് സാധനങ്ങളൊക്കെ പാക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. പോവാ നമുക്കപ്പം. നമ്മൾ ചോറിട്ടില്ലൊന്ന് നോക്കപ്പാ. മോനുണ്ട് പറഞ്ഞ പോലെ ബർഗർ കഴിക്കാൻ ഞങ്ങൾ ചിക്കിങ്ങിലേക്ക് വന്നേക്കാണ്. ചിക്കിങ്ങിലാണ് ഞങ്ങൾ ബർഗർ കഴിക്കാൻ കയറാറ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞങ്ങൾക്ക് ഇതന്നെ പരിപാടി എന്ന് വിചാരിക്കും. അല്ല, കൊല്ലത്തിലൊരിക്കലാണ് ഞങ്ങൾ ഈ ചിക്കിങ്ങിലേക്ക് വരാറ്. ദേവിൻ്റെ അച്ഛൻ വരുമ്പോൾ ബർഗർ കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ചിക്കിങ്ങിൽ പോയി ബർഗർ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ചോറുണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞ മറുപടി കേട്ടില്ല, എനിക്ക് ഓർമ്മയില്ല എന്ന്. ചോറൊക്കെ കൊണ്ടിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത്. എന്നാലും ഞങ്ങൾക്ക് പുറത്തിറങ്ങും, എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അതാണ് ഇവൻ്റെ ഹോബി. ഞങ്ങൾ എന്നിട്ടൊരു ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബില്ലൊക്കെ അടിച്ച് വെയിറ്റ് ചെയ്യണതേ. ബർഗർ വന്നു. അത് എടുത്ത് തുറന്ന്, സത്യം പറഞ്ഞത് മൊത്തം തുറന്ന് കൊടുത്തവന് ഞാൻ. അത് എങ്ങനെ എടുത്ത് കഴിക്കാമെന്നുള്ളൊരു വലിയ പിടിപാടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് അത് പകുതി തുറന്നാൽ മതി എന്നുള്ളൊരു ബുദ്ധി തോന്നിയത്. സോസ് ഇല്ലാണ്ട് അവൻ കഴിക്കത്തേ ഇല്ല. അവന് സോസ് എന്ന് പറഞ്ഞാൽ പ്രാന്താന്ന് പറയാം. പക്ഷേ അവരത് ഫ്രീസറിൽ വെച്ച് നല്ല തണവായിരുന്നു. സോസ് ഐസും കട്ട പോലെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ നല്ല ടേസ്റ്റുള്ള സൂപ്പർ ബർഗറായിരുന്നു. ചിക്കിങ് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ബർഗറൊക്കെയാണ് കിട്ടുക. ഞങ്ങൾ ചിക്കിങ്ങിൽ നിന്ന് പിസയൊക്കെ മേടിക്കാറുണ്ട് ഇടയ്ക്ക് വന്നിട്ട്. അപ്പോൾ വന്നിട്ട് നല്ല ആസ്വദിച്ച് നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ബർഗർ എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോൾ സൂപ്പറാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഇവിടെ കാണാൻ നല്ലൊരു വൈബാണ് കേട്ടോ. നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ ആയിട്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ. ഇവിടെ കുറച്ച് കുട്ടിപ്പിള്ളേർ പട്ടാളങ്ങൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവരുടെ കൂടെ വലിയവരാരും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ. പിന്നെ ഞങ്ങൾ വീട്ടിലേക്കുള്ള കുറച്ച് പാഴ്സൽ മേടിച്ചിട്ട് ഇത് ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. ഇതിൽ പറയുന്ന കാര്യങ്ങൾ വോയിസ് ഇടാൻ പറ്റത്തില്ല, കാരണം ബാക്കിൽ ഭയങ്കര ടിവിയുടെ സൗണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. വീട്ടിലെത്തി പാഴ്സൽ ഞങ്ങൾ എടുത്തിട്ടില്ല, എല്ലാവരും കൊടുത്തിട്ടില്ല. കാരണം വീട്ടിലുള്ള 2 പേരും പുറത്തായിരുന്നു, പുറത്തുനിന്ന് തിരിച്ച് വന്നിട്ടില്ല. അതിനുശേഷം ബർഗർ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുന്ന വീഡിയോ ഇപ്പോൾ കാണാം കേട്ടോ.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഷോപ്പിംഗ് വിശേഷങ്ങളൊക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോകളായിട്ട് വീണ്ടും കാണാം. എല്ലാവരോട് കഴിക്കാൻ ഞാൻ ആക്ഷൻ കാണിക്കുന്ന വീഡിയോ ആണിത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുവരെ ബൈ.